2024 ഫെബ്രുവരി മാസം ഫഹദ് ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു സിനിമ മലയാളത്തിലേക്ക് വന്നു. ആ സിനിമയുടെ പേരായിരുന്നു പ്രേമലു. അത് എത്രത്തോളം ഹിറ്റായി എന്നുള്ള കാര്യം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേ 2024 ഏപ്രിൽ മാസം റിലീസായ ഒരു ചിത്രമായിരുന്നു ആവേശം എന്ന് പറയുന്ന സിനിമ. അത് ഫഹദ് ഫാസിലിൻ്റെയും അതുപോലെ തന്നെ ജിത്തു മാധവൻ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെയും മറ്റൊരു തേരോട്ടമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ എടുത്ത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ജിത്തു മാധവനും ഫഹദ് ഫാസിലും കൂടി വീണ്ടും ഒന്നിക്കുന്ന, എന്നാൽ സ്ക്രീനിന് മുമ്പിലല്ല സ്ക്രീനിന് പിന്നിൽ ഒന്നിക്കുന്ന സിനിമയാണ് പൈങ്കിളി എന്ന് പറയുന്ന സിനിമ. ആവേശത്തിൽ അമ്പാനായിട്ട് വന്നിട്ടുള്ള സജിൻ ഗോപുവാണ് ഇതിൻ്റെ മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. അനശ്വര രാജന്, ജിസ്മ, ചന്തു സലീം കുമാർ, അബു സലീം, റിയാസ് ഖാൻ, ലിജോ ജോസ് പള്ളിശ്ശേരി തുടങ്ങിയവരൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ചിത്രം തിയേറ്ററിലൂടെ റിലീസായിരിക്കുകയാണ്. ചിത്രം കണ്ടു. പാലക്കാട് പ്രിയ തിയേറ്ററിൽ നിന്നാണ് ഞാൻ സിനിമ കണ്ടത്. സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിമോഷായ്. പൈങ്കിളി. ശ്രീജിത്ത് ബാബുവാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ശ്രീജിത്ത് ബാബുവിന് മുമ്പ് ഏതെങ്കിലും സിനിമകളുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജിത്തു മാധവനാണ്. രോമാഞ്ചം, ആവേശം തുടങ്ങിയ സിനിമകളുടെ സംവിധായകനും റൈറ്ററും ഒക്കെ ആയിട്ടുള്ള ജിത്തു മാധവനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫഹദ് ഫാസിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റിൻ വർഗീസാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമ്മുടെ സജിൻ ഗോപു, അമ്പാൻ, സജിൻ ഗോപു, അനശ്വര രാജൻ, ജിസ്മ, റിയാസ് ഖാൻ, അബു സലീം, ലിജോ ജോസ് പള്ളിശ്ശേരി, ചന്തു സലീം കുമാർ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. സിനിമ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിലർ കണ്ടിട്ടുള്ളവർക്കറിയാം. ഒരു കോമഡി, ബ്ലാക്ക് കോമഡി സംഭവങ്ങളൊക്കെ അടങ്ങിയ ഒരു എൻ്റർടൈനർ ഫിലിം തന്നെയാണ് ഇവർ ഒരുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഒരു മെയിൻ കഥാപാത്രമായിട്ടുള്ള സുഗു എന്ന് പറയുന്ന ഒരു കഥാപാത്രവും, സുഗുവിന് വട്ടാണോ അല്ലയോ എന്നുള്ളതൊക്കെ കൺഫ്യൂഷനായിരുന്നു ട്രെയിലർ കണ്ടപ്പോൾ. അപ്പോൾ മൊത്തത്തിൽ ഒരു ഫൺ ഫാക്ടറായിട്ടുള്ള കുറച്ച് വട്ട് പിടിച്ച കുറേ ആൾക്കാർ, അവിടെ നടക്കുന്ന ഒരു കുറേ സംഭവങ്ങൾ എല്ലാം ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. എന്നാൽ കഥ മെയിനായിട്ട് പറയുന്നത് തന്നെ സുഗു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന കുറച്ച് ഇൻസിഡൻസും, എന്നാൽ പാരലായിട്ട് അനശ്വര രാജൻ എന്തോ ഒരു കാര്യം നേടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയൊക്കെയായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടുകയും പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് മെയിനായിട്ട് സിനിമ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ആയിട്ടും ചിരിക്കാനും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് തന്നെ. എന്നാൽ ഒരു ചെറിയൊരു മെസ്സേജൊക്കെ പറയാനും ഇവർ ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ അത് നർമ്മത്തിൽ ചാലിച്ച് പറയാനാണ് ഇവർ ശ്രമിച്ചിരിക്കുന്നത്. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സാറ്റിസ്ഫൈ ചെയ്ത ഒരു സിനിമയാണ് പൈങ്കിളി എന്ന് പറയുന്ന സിനിമ. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ സിനിമ നിരാശപ്പെടുത്തില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നെ സാറ്റിസ്ഫൈ ചെയ്തു. ഇതെല്ലാവർക്കും വർക്കൗട്ട് ആവുന്ന സിനിമയാണോ എന്ന് എനിക്കറിയില്ല. പലരും ചിരിക്കുന്നത് ഞാൻ കണ്ടില്ല കുറേ സീനുകളിൽ. എന്നാൽ എനിക്ക് മിക്ക കോമഡിയും എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ടായി. എനിക്കെന്തോ ഞാൻ തന്നെ ഇരുന്നാണ്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് അത് വർക്കൗട്ടായി. ഞാൻ നല്ല രീതിയിൽ ചിരിച്ച് ഉല്ലസിച്ച് തന്നെയാണ് ശരിക്കും പറയുന്ന സിനിമ കണ്ടത്. ഒരുപാട് സ്പൂഫുകൾ ഈ സിനിമയിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്ലേസിങ് ഭയങ്കര സംഭവമായിട്ട് തോന്നി. ഒരു രസമുണ്ട്. ഒരു മീറ്റർ പിടിച്ചിട്ടുണ്ട് പടത്തിന്. അത് ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു മീറ്റർ പിടിച്ച് അതേ ഒരു എല്ലാ ക്യാരക്ടറിനും കുറച്ചൊന്ന് ഓവറായിട്ടാണ് ചെയ്യുന്നത് എല്ലാവരും. അത് ആ കറക്റ്റ് മീറ്റർ പിടിച്ച് എല്ലാവരും തന്നെ ചെയ്തിട്ടുമുണ്ട്. എല്ലാവരും ഞാൻ തികച്ച് പറയുന്നില്ല, ഒരാളൊഴികെ ബാക്കി എല്ലാവരും ആ ഒരു മീറ്റർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. മീറ്റർ പിടിക്കാത്ത ആളെന്ന് പറയുന്നത് അനശ്വര രാജൻ തന്നെയാണ്. ഭയങ്കര ക്രിഞ്ചായിരുന്നു പുള്ളിക്കാരത്തിയുടെ അഭിനയം. അത് മാത്രമാണ് എനിക്കൊരു വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരു ഓവർ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ആ ഓവർ ചെയ്യുകയും എന്നാൽ അത് മീറ്ററിൽ പിടിച്ച് നിൽക്കുകയും കൂടി ചെയ്യണം. അത് ജിസ്മ എന്ന് പറയുന്ന യൂട്യൂബിൽ ഒരു ജിസ്മ വിമൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോഡികളാണ് അവർ. നേരത്തെ മുതലേ ഞാൻ ഫോളോ ചെയ്യുന്നതാണ് അവരെ. പുള്ളിക്കാരത് ഗംഭീരമായിട്ട് ചെയ്തു. സൂപ്പറായിരുന്നു. ഒരു സംശയമില്ലാതെ പറയാം, അനശ്വര രാജനെ കട്ടത്തി വെട്ടി ജിസ്മ ഇതിനകത്ത് സ്കോർ ചെയ്തിട്ടുണ്ട്. അത് പൊളിയായിരുന്നു. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്തിരിക്കുന്നതും ഇതിനെ ഒരുക്കിയിരിക്കുന്നതുമായിട്ടുള്ള ശ്രീജിത്ത് ബാബുവാണ്. സൂപ്പറായിട്ട് ഇതിനെ കോർത്തിണക്കിയിട്ടുണ്ട്. കുറേ വട്ടുപിടിച്ച ആൾക്കാരെല്ലാം കൂടി ഒരു സ്ക്രീനിൻ്റെ അകത്തോട്ട് കൊണ്ടുവരും, ഒരു കഥ പറയുക, അതിൻ്റെ അകത്ത് എല്ലാവരും ഒരു മീറ്റർ പിടിച്ച് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കേസാണ്. കാരണം എല്ലാവരും സ്കോർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത്.
ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സജിൻ ഗോപുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ അച്ഛൻ ഇടയ്ക്ക് സ്കോർ ചെയ്യുന്നുണ്ട്, അമ്മ സ്കോർ ചെയ്യുന്നുണ്ട്, വല്യമ്മ സ്കോർ ചെയ്യുന്നുണ്ട്, കൊച്ച് സ്കോർ ചെയ്യുന്നുണ്ട്, പെങ്ങൾ സ്കോർ ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലാവരും സ്കോർ ചെയ്യുന്നൊരു പടമാണ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു പഞ്ചും ഒരു ഡയലോഗും ഒരു കോമഡി സാധനങ്ങൾ ഇട്ട് പോകാനുള്ളൊരു സ്പേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും റഷ് വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷനും ആകാൻ പാടില്ല. അപ്പോൾ അതിനെ മീറ്റർ കറക്റ്റ് പിടിച്ചിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതിന് അതൊരു ഒന്നാമത്തെ കൈയടി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ജസ്റ്റിൻ വർഗീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളുമാണ്. പാട്ടും സൂപ്പറായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോറും കറക്റ്റ് മീറ്ററും നല്ല കോമഡി വർക്കൗട്ട് ആകുന്ന രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് സജിൻ ഗോപു അമ്പാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞ് സൂപ്പറായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എന്തൊരു മെയ്വഴക്കമാണെന്നറിയോ. ഒരു ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ ഒരു തെങ്ങി കയറുന്ന സീനുണ്ട്. എത്ര പേര് നോട്ട് ചെയ്തിട്ടുണ്ട്, സിനിമ കണ്ടിട്ടുള്ളവർ എത്ര പേര് നോട്ട് ചെയ്തിട്ടുണ്ടാവും അറിയത്തില്ല. എന്ത് സിമ്പിളായിട്ട് എന്ത് പ്രൊഫഷണലായിട്ടാണ് ആ ഒരു സാധനം ചെയ്യുന്നതെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പൊള്ളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അതുപോലെ തന്നെ നമ്മുടെ ആവേശത്തിലുണ്ടായിരുന്ന ഒരു വണ്ണമുള്ളൊരു പയ്യനുണ്ട്, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. സൂപ്പറായിട്ട് ഇതിനകത്തുണ്ട്, ത്രൂ ഔട്ട് ഉണ്ട് പടത്തിൽ, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അമ്പാൻ്റെ ഒപ്പം നിന്ന് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അർജുൻ സേതുവാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നല്ല നല്ല കുറച്ച് ഷോട്ട്സ് കാര്യങ്ങളും കാണാം. ഭയങ്കര ഷോട്ട്സ് അല്ല, സിമ്പിൾ ഷോട്ട്സ് ആണ്, എന്നാൽ നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് കിരൺ ദാസ് ആണ്. നല്ല രീതിയിലുള്ള കട്ട്സും ഒരു സ്ഥലത്തും ബോറടിക്കാതെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്തും വെച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്ത് പോലും ബോറടിക്കുകയോ ലാഗ് അടിക്കുകയോ ഒന്നും ചെയ്യാതെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇട്ട് നല്ല സൂപ്പറായിട്ട് ഒരു പേസിൽ കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നുള്ള പോസിറ്റീവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ജിസ്മ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ എന്ന് പറയുന്നത് സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കുറേ നാളുകളായിട്ട് ഇവർ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ജിസ്മ അതുപോലെ തന്നെ ഹസ്ബൻഡായിട്ടുള്ള വിമൽ ഈ ഇടയ്ക്കാണ് അവരുടെ കല്യാണം കഴിഞ്ഞത്. ഈ ഇടയ്ക്ക് മീൻസ് കഴിഞ്ഞ വർഷമോ കഴിഞ്ഞ മുമ്പത്തെ വർഷമായിട്ടാണ് കല്യാണം കഴിഞ്ഞത്. അതിന് മുമ്പ് അവരൊരു വെബ് സീരീസ് ചെയ്തിരുന്നു, സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളിക്കാരത്തിയുടെ സ്കോറിംഗ് ഉണ്ടല്ലോ, ഇനി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജിസ്മ മലയാള സിനിമയിലെ ഒരു അടിപൊളി ഒരു ആക്ട്രസ്സായി മാറാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ഒരു ലേഡിയാണ്. നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, മുമ്പോട്ട് നല്ല രീതിയിൽ വരിക. ഓൾ ദ ബെസ്റ്റ്. ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് അനശ്വര രാജൻ തന്നെയാണ്. അനശ്വരയ്ക്ക് പകരം വേറെ ആരെ വേണമെങ്കിലും കാസ്റ്റ് ചെയ്യാമായിരുന്നു. എനിക്ക് പുള്ളിക്കാരത്തി കരഞ്ഞ ഒരൊറ്റ സീനുണ്ട്, ഒരു കരയുന്ന സീനുണ്ട്, സൂപ്പറായിട്ട് ചെയ്തു. എന്നാൽ ഓവറായിട്ട് ചെയ്യേണ്ട സാധനങ്ങൾ ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഓവറായിട്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചത്. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്നെ വളരെയധികം, എന്നെ മാത്രമല്ല കണ്ടിരുന്ന മിക്കവരെയും ഓന്നൊക്കെ വെക്കുമായിരുന്നു കുറേ പേര്. കാരണം പുള്ളിക്കാരത്തിൻ്റെ ആ ഒരു ബിഹേവിങ് അത് പറ്റുന്നില്ല, എന്തോ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു ഫീല്. കുറേ കൂടി ഇമ്പ്രൂവ് ആകാനുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതൊരു നെഗറ്റീവ് എനിക്ക് ഈ പടത്തിൽ എവിടെയും തന്നെ തോന്നിയില്ല. നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു കഥയും ഇതിൻ്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വെറും കോമഡിയും കാര്യങ്ങളും മാത്രമല്ല ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരുപാട് ടച്ച് ചെയ്യുന്ന കുറേ സീക്വൻസുകളും ഒരുപാട് മീനിങ് ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നർമ്മത്തിൽ ചാലിച്ച് തന്നെ പറയാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് പറഞ്ഞിട്ടുമുണ്ട്. കൃത്യമായിട്ട് ഹിറ്റ് ചെയ്യേണ്ടടുത്ത് ഹിറ്റ് ചെയ്ത് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വെറും ഒരു ചിരിപ്പടമായിട്ട് മാത്രമല്ല, കുറച്ച് പറയാനും ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ മുമ്പോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെ സിറ്റുവേഷൻസ്, ഓരോ ആൾക്കാരുടെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ സമൂഹം എങ്ങനെയാണ് കാണുന്നതെന്നും എത്രത്തോളം നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ കാര്യങ്ങൾ വഴുതി പോവും, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ഓരോ കാര്യങ്ങൾ പോകും എന്നൊക്കെ ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിലെ പ്രേക്ഷകനെ ഗംഭീരമായിട്ട് അല്ലെങ്കിൽ നല്ല 100% സാറ്റിസ്ഫൈ ചെയ്ത ഒരു സിനിമയാണ് പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. അപ്പം നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ എങ്ങനെയാണ് പടം പോകുന്നതെന്നുള്ളത്. എന്തായാലും തിയേറ്ററിൽ കാണാനുള്ള കുട്ടിഭാഗ്യയും കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. ഇനി ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു സിനിമയും കൂടി ഉണ്ട്, ബ്രൊമാൻസ് എന്ന് പറഞ്ഞ സിനിമ. അത് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് എനിക്ക് കാണാൻ സാധിച്ചത് രണ്ട് സിനിമകളാണ്. ഒന്ന് ദാവീദും അതുപോലെ തന്നെ പൈങ്കിളിയും. ബ്രൊമാൻസ് കാണണം എന്നുണ്ട്. അടുത്ത ദിവസം കണ്ടതിന് ശേഷം അതിൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.